എന്തോ ഒരു ജാഗ്രത. കുട്ടൂനും ഡാനിക്ക് വരെ വലിയ മത്തി കണ്ടപ്പോ ഭയങ്കര സന്തോഷം. കണ്ടോ, എന്നെക്കാളും മുമ്പേ അവർ ഓടുന്നു. വാ വേണ്ടേ, ഇങ്ങോട്ട് നോക്കിക്കേ. കണ്ടോ, പച്ചമീൻ തിന്നാൻ വന്ന് നിൽക്കുക. അത് തന്നെയല്ല, വലിയ മത്തിയല്ലേ, അത് കണ്ടിട്ടില്ലടാ. മത്തി കണ്ടോ? ഇങ്ങോട്ട് നോക്ക്. വേണ്ടേ, അവിടെ ഇരുന്നേ, അവിടെ ഇരുന്നേ, അവിടെ ഇരിക്കടാ, അവിടെ ഇരി. ആ കണ്ടോ, മത്തി കണ്ടോ? പച്ചമീൻ തരത്തില്ല എന്താ പറഞ്ഞാലും. ആ വേവിച്ച് തരാം കേട്ടോ, മക്കൾക്ക് വേവിച്ച് തരാം കേട്ടോ. എന്നോട് എണീക്കാൻ പറഞ്ഞോടാ. ഇരിടാ അവിടെ, അവിടെ ഇരിടാ, അവിടെ ഇരി. ആ ആ പിന്നെ ഉണ്ടോ? വറക്കത്തൊന്നുമില്ല, കറി വെക്കാനാ. ഇരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് എത്തി നോക്കാൻ പറഞ്ഞോ നിന്നോട്? നീ എന്തോ എത്തി നോക്കുന്നത്? കുട്ടോ, നീ എന്തോ എത്തി നോക്കുന്നത്? കണ്ടോ, കണ്ടോ ഗെയ്സ്, പിടയ്ക്കുന്ന മത്തി. പിടയ്ക്കുവാ കണ്ടോ? എന്താടാ പിടയ്ക്കുന്ന മത്തി. അവിടെ ചക്ക കണ്ടോ? അത് വിളഞ്ഞായിരുന്ന നമുക്ക് ചക്കയും വേവിച്ച് മത്തിക്കറിയും കൂടെ കൂട്ടി ഒരടി അടിക്കായിരുന്നു. ഓ വിളിച്ചിളക്കല്ലേ, അവിടെ നിക്കട്ടെ. എവിടുന്നാണ് ഈ മത്തി മേടിച്ചേ? ഞാൻ മാവേലിക്കര പോയിട്ട് തിരിച്ച് പ്രായക്കര വഴി വരുമ്പോ പ്രായക്കര പാലത്തിന് താഴെ ഒരു കടയുണ്ട്. അവര് വിളിച്ചോ? അവര് വിളിച്ചല്ല, വേറെ മീൻ മേടിക്കാനായിട്ട് കേറിയതാ. അപ്പൊ ഈ മത്തി നമ്മളെ വിളിക്കും, മാടി വിളിക്കും, വരും കടപ്പുറത്തുനിന്ന് കൊണ്ടുവന്നു പറഞ്ഞു. അന്നേരം ജീവനുണ്ടെന്നാ പറഞ്ഞത്. തമാശ പറഞ്ഞില്ല, ചെറുക്കൻ അന്നേരം അങ്ങനെ പറഞ്ഞത്. എന്റെ ദൈവമേ. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ കിലോ ചോദിച്ചപ്പോ 360 രൂപ. അപ്പം പിന്നെ ഈ മത്തിയിൽ എന്തെങ്കിലും കുറച്ചില്ലയോ? മത്തിയിലേതാ കുറച്ച്, നീ ഇല്ലായിരുന്നു പൈസ 400. എനിക്ക് 300. ചേച്ചി ആയതുകൊണ്ട് 360 തന്നാ മതി എന്നൊക്കെ എന്നോട്. അവിടെ മത്തി വില 360 ഉള്ളു, അതിൽ കുറയ്ക്കാനേ വഴിയുള്ളൂ. പ്രായക്കര പാലത്തിന് എടുക്കലല്ലയോ രണ്ട് പിള്ളേര്? ഷിഹാബോ, നമ്മുടെ പിന്നെ കോട്ടക്കൽ ആര്യവശ ഫ്രണ്ടില്. അപ്പൊ ഞാൻ വിചാരിച്ച മേടിച്ച കള ഒരുപാട് നാളായി മത്തി കഴിച്ചിട്ട്. ശരിയാ. എന്തിനാ വേണ്ട, ഇങ്ങോട്ട് നോക്ക്. ഇവന്മാര് എന്താ സുഖമായിട്ട് കിടക്കുന്നു. പച്ചമീൻ തിന്നാൻ വന്നിരിക്കുക. ചോറെന്ന് പറഞ്ഞ മോനെ പുട്ട് പുഴുങ്ങി അപ്പുറത്ത് വെച്ചേക്കുന്നു. അവർക്ക് പുട്ടൊന്നും വേണ്ട ഇന്ന്, കാരണം ഇത് കണ്ടപ്പം ഇതിന്റെ മണ്ടത്തോട്ട് വന്നേക്കുവാ. ഡാനിക്കാണെങ്കിൽ ബിസ്ക്കറ്റ് മാത്രം മതി. അത് അണ്ണനാ ശീലിപ്പിച്ചത്. വയറ് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ 1.5 ആഴ്ച പട്ടിണി കിടക്കുന്നവരുടെ കൂട്ടായിരിക്കുന്നു. എന്തിനാടാ ഇങ്ങനെ വായി നോക്കിയിരിക്കുന്നത്? നിനക്കൊരു തല പോലും തരത്തില്ല ഒരു. ഇല്ല, ഞാൻ കൊടുക്കത്തില്ല, കാരണം പച്ചമീൻ കൊടുക്കരുത് അങ്ങനെ, വയറിനസുഖം ഉണ്ടാവും. അപ്പൊ ഭംഗിയായിട്ട് അങ്ങോട്ട് കറി വെക്കുക, ഒരു 10-12 വറക്കുക. ആകെ 10 ഉള്ളു, ഞാൻ പിന്നെ എങ്ങനെയാ 12 വറക്കുന്നത്? മത്തിയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ല സാധനം അതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ സുന്ദരമായിട്ട് കറിയൊക്കെ വെട്ടുമല്ലേ കഴിക്കുന്ന ഉന്നവേ ഉള്ളല്ലോ. എല്ലാരും പറയും നമ്മള് കുടിയനാണെന്നാ പറഞ്ഞത്. പിന്നെ അങ്ങനെ കള്ളു കുടിക്കുന്നവർക്ക് കള്ളു കുടിക്കുന്ന ഉന്നവേ ഉള്ളല്ലോ, ഞങ്ങൾക്ക് ആ ഉന്നവൊന്നും വരത്തില്ല. എന്നാൽ പ്ലാവിലോട്ടൊക്കെ നോക്കിക്കേ, ഉണ്ടോ? ഇപ്രാവശ്യം നേരത്തെ ഇതാണോ? അയ്യോടി, എല്ലായിടം വിളഞ്ഞ് പഴുത്ത്. എനിക്ക് തോന്നുന്നു നമ്മള് 2 മാസത്തിന് മുമ്പ് എല്ലാം കിട്ടുമെന്ന് തോന്നുന്നു. എന്തോ പറയാൻ, ഇത് ഇപ്പഴാ ഇവിടെ വീണത്. എനിക്കറിയത്തില്ല, ഈ തവണ കാര്യത്തില്ല, എല്ലാം എളുപ്പം വന്നു. ഉത്സവങ്ങൾ എളുപ്പം, പെരുന്നാൾ എളുപ്പം, എല്ലാം ഇപ്പം പോകും. അടുത്ത ആഴ്ചല്ലോ സമയം, അതുപോലെ സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രയത്നിക്കണം. കോടാലി എടുത്താ വിറക് കീറണം. കേടാലി ഇറക്കുമ്പോ പറയും എടുക്കല്ലെന്ന് പറയും. പിന്നെ മത്തി ഒന്നില്ലടാ. ഡാനിക്ക് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്ത് നീ എന്റെ കയ്യിലോട്ട് വരുന്നത്? അവിടെ ഒന്നുമില്ല. എന്റെ കുട്ടുവാ എണീക്കരുതെന്ന് പറഞ്ഞ് അവിടെ കിടന്നു. അനുസരണ. അതേസമയം ഡാനി എണീക്കാൻ പറഞ്ഞ ഉണ്ണിക്കുട്ടന്റെ ശ്രീക്കുട്ടന്റെ കൂട്ടാ ഓടും. ഇവന് ചാരത്തില്ല രാത്രി കിടക്കുന്നത്. അനുസരണ. 1.5 മണിക്കൂർ എടുത്ത് കുളിപ്പിക്കാന്. ഈയിടെ ഷാമ്പൂ ഇട്ട് അവന്മാരുടെ സോപ്പിട്ട്. മത്തി വേണം നിനക്ക്? തേങ്ങാക്കൊല കൊടുക്കാം. അപ്പൊ ഇന്ന് രാധാച്ചൻ മത്തി കറി വെക്കുന്നതായിരിക്കും. രാധാച്ചനും രാധാ അണ്ണൻ കേട്ടോ, കാരണം എന്നോട് പറയുന്നുണ്ട് ഞാനൊന്ന് കറിയൊക്കെ വെച്ച് പഠിക്കട്ടെന്ന്.
അതിനെന്താ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോംബെയിലൊക്കെ ഞങ്ങൾ താമസിക്കുമ്പോൾ ഞങ്ങൾ തന്നെ വെട്ടി മീൻ കറി വെക്കുന്നത്. അന്ന് കറി വെക്കാം അങ്ങനെ. മത്തി എല്ലാം വെട്ടി വെച്ചല്ലോ. അത് ചെയ്ത് വെച്ചു. അപ്പൊ ഇനി ബാക്കി അതിന്റെ മസാലകൾ എടുക്ക്. കറി വെക്കാവുന്ന ഏറ്റാളെന്താ മസാല എടുക്കാത്തത്? ഞാൻ പറഞ്ഞു മുളക് പൊടി, മല്ലിപ്പൊടി, വേറെ ഒന്നും വേണ്ട അതിനകത്ത് ഇടാൻ. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെന്താ വെളുത്തുള്ളി, പിന്നെ എടുക്കാൻ വയ്യായിരുന്നു. എടുക്ക് എടുത്ത് ആദ്യം വെളിച്ചെണ്ണ ഇട്. ചട്ടി ചൂടായി. എണ്ണ ഒഴിക്കേ. അയ്യോ വൗപ്പിക്കാൻ വന്ന് നിൽക്കുന്നു. കൊള്ളാമല്ലോ. നിക്കട്ടെ, മതി മതി ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാ. പിന്നെ കറി അത്ര 1 കിലോ മത്തിയുണ്ട്. 1 കിലോ വെളിച്ചെണ്ണ വേണ്ടായോ? മത്തിക്ക് 150 ഗ്രാം വെളിച്ചെണ്ണ വേണം. അത് കൊള്ളാം. രാധാകൃഷ്ണൻ കൊള്ളാമല്ലോ. എണ്ണയോ? കരിയാപ്പില കഴിയതോ? ചെലന്തി വലയൊന്നും കാണില്ലേ ഞാൻ പറഞ്ഞേക്ക്. അടുത്ത് മത്തിക്കറി. തലയിലെ പേൻ കേറും ചിലപ്പോ. തലയിലെ പേൻ കേറും. വലിയ മത്തിയായിട്ട് അടുത്ത ആള് വന്നു മാർക്കറ്റ്. പിടിച്ചോ? ഇതാണ് കരിയാപ്പില എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. പിന്നെ എല്ലാവരും ഇതൊക്കെ തന്നെയാ പറയുന്നത്. 6 ഇതിള്. അപ്പൊ എണ്ണ മൂത്ത് കടുവിട്. എത്ര കടുവാ? കടുവ് എണ്ണി ആരും ഇടാറില്ല. ഇടും അറിയാമല്ലോ. ചൂടാകട്ടെ, അത് കഴിഞ്ഞല്ലേ കടുവ് ഇടുന്നത്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, അണ്ണൻ എന്തോന്ന് വന്ന് നിക്കുവാ? എല്ലാം ഇന്ന് ഞാൻ ആ മത്തി കറി വെക്കുന്ന മത്തി കൊണ്ടുവന്നപ്പോ മുതല് പറയുന്ന ആ ആള് വേണ്ട എന്നോട് പറയുന്നത് വെളിച്ചെണ്ണ ഒഴി, മുളക് പൊടി ഇടും, മസാല ഇടും. ഞാൻ എന്തോ ചെയ്യാനാ പറ? പണ്ട് നാരകത്തിന്റെ ഇല ഇടുവായിരുന്നടി മത്തി കറി വെക്കുമ്പോഴോ? നമ്മുടെ ഈ ഏമ്പക്കം തീയല് വെക്കുമ്പോഴോ? തീയലല്ല. അപ്പൊ ഇത് കേൾക്കുന്നവര് വിചാരിക്കും പറയാലും നോക്കണം നാരകത്തിന്റെ ഇല മത്തിക്കറിക്കകത്തോ? നല്ല മണമാ. തീയല് വെക്കണം. പിന്നെ നാരകത്തിന്റെ ഇല തേങ്ങാടെ കൂടിട്ട് വറുത്ത് അരക്കണം. നല്ല രുചിയാ. നാരകം എന്ന് പറഞ്ഞാൽ എന്തോ ഏതാ? ഈ ചെറുനാരകത്തിന്റെ ഇല. അതിനകത്ത് വെളിച്ചെണ്ണ വെള്ളം എടുത്തൊഴിച്ച്. അപ്പൊ അടുത്ത പരിപാടി കടുകിടുക. അയ്യോ 1 മിനിറ്റ്. അതല്ല, ഒരു ഉലുവ എടുത്തോണ്ടാ. മറന്നുപോയി. ഉലുവയാണോ അതിൽ ഇടുന്നത്? ഉലുവ ഇടുക കേട്ടോ. കടുവ് ഇട്ട് ശകല ഉലുവായി. ഉലുവ പൊടിച്ചില്ലേ ഇടുന്നത്? ഉലുവ പൊടിയും ഉണ്ട്, ഉലുവായും ഇടും. ഞങ്ങളൊക്കെ അങ്ങ് പൊടിച്ചായിരുന്നു. ഓ, എന്തുമാത്രം കറി വെച്ചിട്ടുള്ള വ്യക്തിയാ. മസാല കൂട്ട് എന്താ പറഞ്ഞു? മസാലക്കൂട്ട്. രാധാച്ചന്റെ മസാലക്കൂട്ട്. അപ്പം കടുവ് ഇട്ട്, ഉലുവായിട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, കൊച്ചുള്ളി, ഇത് ഇത്രയും കൂടി ഇടുക. കൊച്ചുള്ളിയാണ് സവാളയാണ്? രണ്ടും ഉണ്ട്. രണ്ടിനും ഒരു കുറവ് വരുത്തരുത്. അപ്പൊ മത്തിക്ക് കൂടെ കഴിക്കാൻ വേണ്ടി കപ്പയില്ലേ? കപ്പ അരിയണം. പ്ലാവൊക്കെ ചക്ക ഇടാൻ ആയില്ല. 2 മാസം കൂടെ കഴിയും. നമുക്ക് എന്നാ ഇടിച്ചക്കത്തോരം വെക്കണേ. ഒരെണ്ണാതെന്ന് പറിച്ചിട്ട്. നല്ലതാ. ഒന്ന് വാടി കഴിയുമ്പം എന്തോ എടുക്കണം അണ്ണാ? വാടി കഴിഞ്ഞ് എന്തോ ഇതിനകത്തൊക്കെ ഇടേണ്ടത്? മുളക് പൊടി ഇടണം. പിന്നെ മല്ലിപ്പൊടി ഇടണം. പിന്നെന്താ വെള്ളം ഒഴിക്കണം. നല്ല പാചകക്കാരൻ. കൈ അടിച്ചു. പിന്നെന്തോ അതിനകത്ത് നെയ്യ് ഒഴിക്കും. പിന്നെ എടാ നന്ദു പറയുന്ന കേട്ടോ നിന്റെ രാധാച്ചനാ. നെയ്യ് ഒഴിക്കുവന്ന് മത്തിക്കകത്ത്. ആരും കേക്കണ്ട. വേണ്ട ഇങ്ങോട്ട് കാണിടാ. പായസമല്ല വെക്കുന്നത്. മഞ്ഞപ്പൊടി ഒരു എത്ര എടുക്കും? 3 ഗ്രാം. വേണ്ട, ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെന്നോട് പറഞ്ഞു ഇതാ നല്ലതെന്ന്. വേണ്ട, മഞ്ഞപ്പൊടി 3 ഗ്രാം. അതെന്തോ? ഉലുവാപ്പൊടി. നമ്മൾ ഉലുവ ഇട്ടാലും എന്നാലും ഒരു ഇച്ചിരി ഉലുവായും കൂടി ഇടുക. ഓക്കെ. ഭംഗിയായിട്ട് ഇളക്കി കൊടുക്കുക. അത് വെള്ളം മീനകത്ത് ഒഴിക്കാൻ. തിളപ്പിച്ച വെള്ളം. പെട്ടെന്ന് അപ്പൊ മീൻ പെട്ടെന്ന് തിളയ്ക്കും മോനെ. ഇരുന്ന് വാടത്തില്ല. ഉപ്പ് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ 2ാമത് ഉപ്പ് വാരി ഇടരുത്. കണ്ടോ, പെട്ടെന്ന് അങ്ങ് വാടും. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള, പച്ചമുളക്, കറിവേപ്പില ഇത് ഞാൻ കല്ലേൽ ഇടിച്ച് വെച്ചിരുന്നതാ.
ഓച്ചറയിൽ നിന്ന് മേടിച്ച കല്ല. ഒരു മണം വരുന്നുണ്ടോ അവന്? ഓ അത് ഈ കറി കൊള്ളാതെ വരും, മണം വരും, ഒന്നും പറയണ്ട. മണം വരുന്നു. ആ മീൻ മസാലക്കൂട്ടിന്റെ മണം കണ്ടോ? എന്തോ നീ പറയുന്നത്? പാചകക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പാചകക്കാരുടെ അടുക്കലൊക്കെ ചെല്ലുന്നോണ്ട് മണം വരുന്നത് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവർ അന്നേരം അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കും. എനിക്കൊരു ദിവസം വയ്യാതെ വന്നാലും അണ്ണൻ അതെല്ലാം ചെയ്തോളൂ, ഇല്ലയോ അണ്ണാ? ടേസ്റ്റിൽ ഉണ്ടാകത്തില്ലെന്നേ ഉള്ളൂ, കഴിക്കാമല്ലോ. മത്തി വെന്താ മതി. വെട്ടാൻ അറിയാവോ? വെട്ടാനൊക്കെ എത്ര വേണം വെട്ടി തരണം? ഒരു ദിവസം രാധാച്ചൻ ചെയ്യുന്ന ജോലി മൊത്തം ശൈലാമ്മ ചെയ്യും, ശൈലാമ്മ ചെയ്യുന്ന ജോലി മൊത്തം രാധാച്ചൻ ചെയ്യും. പക്ഷെ ഞാൻ ചെയ്യുന്ന ജോലി ശൈലാമ്മ ഒരിക്കലും ചെയ്യും. കടയിലിരുന്നാ മതി. കടയിലിരിക്കല്ല, ഞാനിവിടെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം വിറവ് കീറൽ പരിപാടി. രാധാച്ചൻ ചെയ്യുന്ന ജോലി കടയിലേക്ക് സാധനം ഇടും. അപ്പൊ ശൈലാമ്മ ചെയ്യുന്ന ജോലി എല്ലാം രാധാച്ചൻ ചെയ്യണം. കറി രാവിലെ എണ്ണീക്കണം, എത്ര പേർക്ക് ഉണ്ടാക്കണം, ഇതെല്ലാം ചെയ്യുമോ? അങ്ങനെയൊക്കെ എന്തോ ചെയ്യാൻ പറ്റുന്നു. വേറെ പണിയൊന്നും വീട്ടുകാർക്ക് പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ജോലി, അതേ ഉള്ളു. ആണുങ്ങൾക്കും ആണുങ്ങളേതായ ജോലിയുണ്ട്. പിന്നെ ചില എടുത്ത് ആണുങ്ങള് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നവർ എത്രയോ എടുത്തുണ്ട്. എന്താ നോക്കുന്നത്? ഇപ്പൊ നിങ്ങൾ മീനും കറിയൊക്കെ വെച്ചിട്ട് തന്നെ വിളിക്കും. കൂട്ടാനോ? ഇല്ല, കൂട്ടാൻ ഞങ്ങൾക്കും അറിയാം. വിട്ടോ ഞാൻ സൂപ്പർ മാർക്കറ്റിലോട്ട് പോട്ടെ. ലുലു മാള്, റിലയൻസ് മാൾ. അപ്പൊ ശരി, കറി വെക്കാമെന്നും പറഞ്ഞു. കറി ആയില്ല, ഇനി എന്തോ മുളക് പൊടിയും മല്ലിപ്പൊടി ഇടുക. അപ്പൊ അതിനൊരു അളവൊക്കെ തിളച്ച് കഴിയുമ്പോ മത്തി അങ്ങോട്ട് എടുത്തിടുക. പുളി ഇടാ, മത്തി ഉടക്കരുത്, അതിനെ നോവാതിട്ട് കൊടുക്കും. പിന്നെ കരണ്ടി കൊണ്ടുവരാം. കരണ്ടി അല്ല, ഒരു ഇത് ഏണി വെക്കണം. ഏണിയെ കൂടി ഇങ്ങനെ കൺവെയർ വഴി മത്തി ഇറക്കി കൊടുക്കും. അതിന് ഒരിക്കലും നോവുന്നു. എപ്പോഴും മല്ലിപ്പൊടി കൂടി നിൽക്കണം കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ഒത്തിരി കൂടരുത്. ഈ ഒരു സാധാരണ ഞങ്ങളൊക്കെ കറി വെക്കുമ്പോ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ 4 സ്പൂൺ മല്ലിപ്പൊടി ഇടും. അത് അവിടുത്തെ മുളകൊക്കെ ഭയങ്കര എരിവായിരിക്കും. ഒത്തിരി ഒന്നും വേണ്ട, ഇത് 1.5 സ്പൂണേ ഇട്ടുള്ളൂ, അത് മതി. മല്ലിപ്പൊടി കുറച്ച് മതി, അഥവാ ഇരുന്നാല് പളിച്ചു പോകും ഒത്തിരി മല്ലിപ്പൊടി ഇട്ടാല്. മനസ്സിലായോ? അപ്പൊ ശരി, ഓൾഡ് ഈസ് ഗോൾഡ്. മുളക് പൊടി അയ്യോ 2 സ്പൂണേ ആയുള്ളൂ. 1 സ്പൂണിന് 4 സ്പൂൺ ആരെന്ന് പറഞ്ഞത് അത് കളഞ്ഞു. 2 സ്പൂൺ. പിന്നെ കുരുമുളക് പൊടി അതും കുറച്ചിട്. അപ്പൊ ഇന്ന് ഇന്ന് പൊരിക്കും. അല്ല, ഇന്ന് പറഞ്ഞ് പാചകം ചെയ്തോളാവുന്നു. എന്നിട്ട് വേണ്ട വന്ന് നിൽക്കുന്നു. നല്ലോണം അങ്ങ് മൂപ്പിക്കണം. കണ്ടോ? കണ്ടോ ഉരുളി കണ്ടോ? ചട്ടിയൊക്കെ കണ്ടോ? സ്പെഷ്യല് കമ്പി കൊണ്ടുവന്ന് 2 സൈഡിൽ പിടിക്കും, തോളെടുത്തോണ്ട് പോകാൻ വേണ്ടി. കണ്ടോ? അപ്പൊ ഞങ്ങള് ചൂടുവെള്ളം ഒഴിക്കാൻ പോവാണ്. വെള്ളം തിളപ്പിച്ച് ഞാൻ ഇട്ടിരുന്നതാ. ഏതാണ്ട് തിളക്കണം. തിളച്ച് മീന് കാരണം തിളപ്പിച്ച വെള്ളം വാടാ മോനെ ഞാൻ ഒഴിക്കുന്നത് എപ്പോഴായിരുന്നു. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പൊളിച്ചു വെച്ചിരുന്നതാ. പെണ്ണുങ്ങള് പണയുന്നു. ഡാ കണ്ട, വെള്ളം തിളപ്പിച്ച് ഒഴിക്കുന്നോണ്ട് പെട്ടെന്ന് മീൻ ഇത് കണ്ടോ, അരപ്പ് തിളച്ച് കണ്ടോ? അതിനകത്ത് വിട്ട് പുളി ഇടുക. കണ്ടോ, പുളി ഇട്ട്. ത്തിന്റെ വിലയുണ്ട് 400 രൂപ, 360 തന്ന്. നമ്മുടെ അരപ്പെല്ലാം തിളച്ച് ഇനി മത്തി ഇട്ട് കൊടുക്കുക. മത്തി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഏറ്റതാ. എന്ത് ചെയ്യുന്ന? ഇവിടെ നിന്ന് വകുപ്പിച്ചേച്ചങ്ങ് പോയി. അല്ലെങ്കിൽ എനിക്കറിയാം സമയത്ത് മുങ്ങുമെന്ന്. അപ്പോൾ അവിടെ ഇരിക്കട്ടെ, മത്തി വേവട്ടെ. നമ്മുടെ മത്തിക്കറി റെഡി. ഇനി അടുത്ത അത് മത്തി വറുത്ത് കപ്പയും കൂടെ കേട്ടി. മത്തി വറക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്താ കഷ്ടമല്ലേ? ഇവിടെ രാധാച്ചൻ വന്ന് പറഞ്ഞ് 2 മത്തി വറക്കാനും. അന്നേരം ഒരു വിഷമം, കറി കൂട്ടിയില്ലെങ്കിലും വേണ്ടവില്ല. എന്നാൽ ഞാൻ വിചാരിച്ച് 2 മത്തി വറുത്ത് കൊടുക്കാവുന്ന. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, എണ്ണ ഇട്ടിട്ടുണ്ട്. എത്ര 5 പേർക്ക് തന്നെ 6 മത്തി. ഒരെണ്ണം അധികമാണല്ലോ. അത് എനിക്ക്
അതാ 5 പേരെ കൂട്ടിയത്. മുളക് പൊടി ഇട്ട്, കുരുമുളക് പൊടി ഇട്ട്, പിന്നെന്തോ മനെ ഇച്ചിരി മഞ്ഞപ്പൊടി, എല്ലാം രാധാകണ്ണന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ മഞ്ഞപ്പൊടി, ശകലം ഉലുവാപ്പൊടി, ഉപ്പിട്ടില്ല. ഉപ്പിടാൻ പോവാ മോനെ. ഉപ്പ് ഇതൊക്കെ പഠിച്ചോണം. എനിക്കറിയാം ഇതൊക്കെ. അയ്യോ എല്ലാം അറിയാം. നാളെ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് പിന്നെ ചെയ്യണമെങ്കിൽ എന്തോ ചെയ്യും. എനിക്കറിയാം. അറിയാം. വെള്ളം അങ്ങോട്ട് തന്നെ വീഴും. എല്ലാവർക്കും എല്ലാം അറിയാം. ചെയ്തു നോക്കണം. അങ്ങോട്ട് ചുമ്മാ അങ്ങ് പറഞ്ഞാ പോരാ നാക്കുകൊണ്ട്. അപ്പം ഇവിടെ 10 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ, നമുക്ക് വറക്കാം. ഒരു ശകല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടിച്ചതുകൂടെ ഈ മത്തി വരട്ടിനകത്തോട്ട് വരട്ടി കൊടുക്കണം. നല്ല രുചിയാണ്. അത് ഞാനങ്ങ് മറന്നുപോയി പറയാനതാ കേട്ടോ, ഇപ്പോഴത് ഓർത്ത്. ഓക്കെ, മീൻകറി എന്തോ നോക്കിയേ. കൂടുതൽ ആടല്ലേ, സമയമില്ല. ഇതിൻ്റെയൊക്കെ ചാട്ടം. നിങ്ങൾക്ക് എന്തോലുണ്ട് സമയം അത് പറ. വീട്ടിലെ കാര്യത്തിന് ഒന്നിനും സമയമില്ല. നാട്ടിലെ ആരുടെ കൂടി ഇപ്പൊ 2 ആൺപിള്ളേർ വന്ന് വിളി, നന്ദുവേ ഉണ്ണിയേ ബാ പോകാം, റെഡി. അപ്പം നമ്മുടെ മീൻകറി എല്ലാം അടപ്പേലായി. മീൻ മറക്കാനൂടെ പോവാ, കപ്പയും വേവിക്കണം. അപ്പം ഓക്കെ, അടുത്ത വീഡിയോ കാണാം.